നമുക്കിന്ന് ഈസി ആയിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറി വയ്ക്കാം. നേരത്തെ തന്നെ ബോയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ 5 മിനിറ്റിനുള്ളിൽ കറി റെഡിയാവും. അപ്പോൾ ആദ്യം തന്നെ പാനിലേക്ക് ഒരു സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാനുണ്ട്. അത് ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ബ്രൗൺ കളറൊന്നും ആവാൻ നിൽക്കണ്ട, ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ തന്നെ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് 1 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്യും. ഞാനിപ്പോൾ 1 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ മസാല, ഒരു ചെറിയൊരു ചിക്കൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊരു 1/2 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം പോയി കിട്ടുമ്പോൾ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കുറച്ച് ചൂടുവെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഇതിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രോസനും കൂടി ഉപയോഗിക്കാം. ഇപ്പോൾ ഫ്രോസൺ അല്ല, ഇത് ശരിക്കുള്ള ഗ്രീൻ പീസാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു പൊട്ടാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അതും നേരത്തെ തന്നെ വേവിച്ച് വെച്ചാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്തി കൊടുക്കുക. ഇത് ഓൾറെഡി വെന്ത കാരണം പെട്ടെന്ന് തന്നെ കറിയാവും. അപ്പോൾ ആവശ്യത്തിന് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഉപ്പൊക്കെ മതിയോന്ന് ഈ സമയത്ത് നോക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നന്നായി തിളയ്ക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ കറിയും റെഡിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ കറിയാണ്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.